നമസ്കാരം, നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. റിട്ടയർഡ് ജീവിതം കൃഷിയിലൂടെ ആസ്വാദകരമാക്കുന്ന ദമ്പതികളുടെ വിശേഷങ്ങളാണ് ഇത്തവണ നാട്ടുവരമ്പിൽ. തിരുവനന്തപുരം മണക്കാട് സ്വദേശികളായ ഹരികേശൻ നായരും ഭാര്യ ശ്രീകലയുമാണ് വർഷങ്ങളായി തങ്ങളുടെ കുഞ്ഞു മട്ടുപ്പാവിൽ ഹരിതവിസ്മയം തീർക്കുന്നത്. ഞാൻ ഹരികേശൻ ബാങ്ക് ബറോഡയിൽ നിന്ന് 2019 വിരമിച്ചു. ഇത് എൻ്റെ ജീവിത പങ്കാളി ശ്രീകല KSEBിയിലെ സീനിയർ സൂപ്രണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ശ്രീനഗർ, കളിപ്പാങ്കുളം ശ്രീനഗർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെയുള്ള വീട്ടിൽ ടെറസും അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളും നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പ്രധാനമായിട്ടും ജൈവ രീതിയിലുള്ള കൃഷി രീതികളാണ് നമ്മൾ അവലംബിക്കുന്നത്. പോഷകത്തോട്ടം എന്നറിയപ്പെടുന്ന രീതിയിൽ പച്ചക്കറികൾ, അതുപോലെ തന്നെ ഫലവർഗ്ഗങ്ങൾ, അതോടൊപ്പം ഔഷധ സസ്യങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, പുഷ്പകൃഷി, ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംയോജിത കൃഷി രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എല്ലാവിധ പച്ചക്കറികളും ഇവിടെ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. കിഴങ്ങ് വർഗ്ഗങ്ങളായാലും പച്ചക്കറികളായാലും എല്ലാം ഇവിടെ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് പച്ചക്കറി അങ്ങനെ വാങ്ങാറേ ഇല്ല. ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. രാവിലെ ഒരു 5:30-6 മണിക്ക് ഹസ്ബൻഡ് മോളിൽ കയറിയാൽ ഒരു 3 മണിക്കൂറെങ്കിലും അതിന് ചെടികളുടെ ചുവട്ടിലായിരിക്കും. അതുപോലെ തന്നെ വൈകുന്നേരവും. ഇപ്പം വെള്ളം ഒഴിക്കാൻ ട്രിപ്പ് വച്ചിട്ടുണ്ടെങ്കിലും എല്ലാ ചെടികളെയും എന്നും പരിപാലിച്ച് നോക്കി നടത്താറുണ്ട്. ഇത് മീറ്റർ പയറാണ്. ഇപ്പം നമുക്ക് എല്ലാ കാലത്തും നമുക്ക് ഈ പയറൊക്കെ നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. അപ്പം ഒരു വിളവെടുത്തു കഴിഞ്ഞാൽ അടുത്ത വിളവ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നൊരു സ്ഥിതിയിൽ നമുക്ക് എല്ലാ കാലത്തും കൃഷി ചെയ്യാവുന്നതാണ് പയർ. അപ്പം ചെയ്യുമ്പം നമ്മൾ നല്ല അത്യുൽപാദന ശേഷി വിളവ് കിട്ടുന്ന രീതിയിലുള്ള പയർ, ഇതുപോലുള്ള മീറ്റർ പയറുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇത് ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. ചട്ടിയിൽ നമ്മുടെ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി ചട്ടിയിൽ നട്ട് നമ്മൾ ഇത് വല കെട്ടിയാണ്. സാധാരണ പലരും പറയും ഇത് പടർത്താനൊക്കെ വലിയ പാടാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് വല കെട്ടിയാൽ മതി. വളരെ എളുപ്പത്തിന് വല കെട്ടി നമുക്കത് പടർത്താം. ഇത് നമ്മുടെ ടെറസിനോടൊപ്പം തന്നെ ഇത് ഒരു റൂമിൻ്റെ പുറത്ത് കാണുന്ന മുകളിൽ കൊടുത്തിരിക്കുന്ന ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റിലും നമ്മളതിൻ്റെ ബീം നോക്കിയിട്ട് ചെടിച്ചട്ടികളും അതുപോലെ തന്നെ ഗ്രോ ബാഗുകളും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. കപ്പ ഉണ്ട്, അതുപോലെ വെള്ളരി ഉണ്ട്, പടവലമുണ്ട്. അപ്പം നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഉള്ള സ്ഥലം എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്താം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള കൃഷി രീതികൾ അവലംബിക്കുന്നത്. ഈ നെല്ല് വാസ്തവത്തിൽ നമുക്ക് ഒരു നോസ്റ്റാൾജിക് മെമ്മറി നൽകുന്നതാണ്. പണ്ട് ഞങ്ങൾക്ക് ഈ നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇത് വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുകയാണ്. ഈ നെല്ല് ഇവിടെ കൃഷി ചെയ്യുന്നത് ഒന്ന് സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ പലരും ഇവിടെ വരാറുണ്ട്. അവരിൽ ചിലർക്കൊക്കെ നെല്ലെന്താണെന്ന് അറിയില്ല. അപ്പോൾ അവരെ പരിചയപ്പെടുത്താൻ കൂടി ഇത് സഹായിക്കും. കൂട്ടത്തിൽ ഇത് നെല്ലിൻ്റെ ഒരു ആദായം നോക്കി ചെയ്യുന്നതല്ല, ഇത് കിളികൾക്ക് കൂടി വേണ്ടിയുള്ളതാണ്. മൊത്തം ഞാൻ ഇങ്ങനെ വിളവെടുക്കാറില്ല, മറിച്ച് വൈകുന്നേരങ്ങളിലാവുമ്പോൾ കിളികൾ ഒത്തിരി ഇവിടെ വരാറുണ്ട്. അപ്പോൾ കിളികൾക്ക് ആഹാരമായിട്ട് കൂടി ഈ നെല്ല് ഉപയോഗിക്കുന്നു. അത്തരത്തിലും കിളികളെ അട്രാക്ട് ചെയ്യാൻ കൂടി ഈ നെല്ല് ഈ കൃഷിത്തോട്ടത്തിൽ ഞാൻ കൃഷി ചെയ്യുന്നു. ഉമാ ഇനത്തിൽപ്പെട്ട നെല്ലാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ഈ ഇതിൽ നിന്നും കിട്ടുന്നു. ഈ ടെറസിൽ നമ്മൾ ടെറസിന് കേടുകൂടാത്ത രീതിയിൽ തന്നെ വാഴകളും കൃഷി ചെയ്യുന്നുണ്ട്. 7 ഏത്ത വാഴ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മുൻകാലത്ത് വിളവ് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പം ഏത്ത വാഴ നല്ല വെയിൽ കിട്ടുന്നു. അതോടൊപ്പം നമ്മൾ ചെടി ഈ ചാക്കിലാണത് കൃഷി ചെയ്യുന്നത്. ചാക്കിൽ കരിയില ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ലിക്വിഡ് ഫോമിലുള്ള വളങ്ങളാണ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്.
നമ്മുടെ ഈ അടക്കളത്തോട്ടത്തിലെ പോഷകത്തോട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് മുളകൾ. മുളകൾ എനിക്കൊരു 10ഓളം ഇനം മുളകൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ ഇത് വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുളകാണ് ബജി മുളക്. ബജി മുളക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ് ഈ ഇത്തരം സൈസിലാണ് വരുന്നത്. അത് വളരെ കൂടുതൽ മുളക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ അത്തരത്തിൽ പലതരത്തിലുള്ള മുളകുകളിലും ഉൽപ്പാദനം ഹൈബ്രിഡ് ആയിട്ടുള്ള വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല വിളവുണ്ടാക്കാൻ നമുക്ക് കഴിയും. മുളകിന് സാധാരണ നമ്മൾ കൊടുക്കുന്നത് ഈ പരിപാലനം തുടക്കം മുതലേ, ചെടി നടുന്നത് മുതലേ വേണം. കാരണം പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത് തന്നെ അത്തരത്തിലാണ്. പോട്ടിംഗ് മിശ്രിതത്തിൽ ചാണകവും തുല്യ അളവിൽ ചാണകം, മണൽ, അതുപോലെ തന്നെ ചകിരിച്ചോറ്, ഈ വേപ്പിൻ്റെ പൊടി, അതുപോലെ എള്ളുപൊടി, ഇത്രയും ചേർത്തുകൊണ്ടാണ് നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത്. പോട്ടിംഗ് മിശ്രിതം ഇടുന്നതിന് മുമ്പ് അതിനടിയിൽ കരിയില ഇട്ടുകൊണ്ട് ഈ പറഞ്ഞ ചെടിച്ചട്ടികളുടെ വെയിറ്റ് വളരെ വളരെ കുറഞ്ഞ രീതിയിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമുക്ക് 2 കൈയിലും 2 ചെടിച്ചട്ടികൾ തൂക്കിക്കൊണ്ട് മുകളിലേക്ക് കയറാവുന്ന രീതിയിലാണ് ഈ ചെടിച്ചട്ടികൾ തന്നെ രൂപപ്പെടുന്നത്. അപ്പം തുടക്കം മുതൽ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തുടക്കം മുതൽ ചെടികൾ നട്ടു തുടങ്ങുമ്പോൾ മുതൽ പരിപാലനം തുടങ്ങേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ലിക്വിഡ് ഫോമിലുള്ള വളങ്ങൾ കൊടുത്തുകൊണ്ടും ഒക്കെ ഇത് പരിപാലിച്ചു പോകാം. നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുന്നതാണ് വയലറ്റ് കാന്താരി. ഇത് ഈ മുളകിൽ വേറൊരു ഇനമാണ്. സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് മുളകാണ്. ഇത് വറ്റൽ മുളകായിട്ട്, ഈ പഴുത്തതൊക്കെ നമുക്ക് വറ്റൽ മുളകായിട്ടും ഉപയോഗിക്കാൻ കഴിയും. നല്ല കാവല ലഭിക്കുന്നതാണ്. സമൃദ്ധമായിട്ട് വളരുന്ന ഒരു ഇനം മുളകാണ് ഈ തരത്തിലുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും എല്ലാ വീടുകളിലും നമുക്ക് ഇത്തരത്തിൽ മുളക് കൃഷി ചെയ്യാവുന്ന, ആവശ്യത്തിന് പാചകത്തിന് നമുക്ക് എടുക്കാവുന്ന രീതിയിൽ മുളക് ലഭിക്കുന്നതാണ്. സാധാരണ ഈ കീടങ്ങളുടെ ആക്രമണങ്ങളോടൊപ്പം നമ്മൾ ഈ നീമിൻ്റെ ഓയിൽ അടിക്കാറുണ്ട്. വേപ്പിൻ്റെ ഓയിൽ ഡൈല്യൂട്ട് ചെയ്ത് അടിക്കും. അത് ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യേണ്ടി വരും. അത് കാലാവസ്ഥ കൂടി നോക്കി ചെയ്യണം. വേനൽക്കാലത്തായിരിക്കണം ഏറ്റവും നല്ലത്. കാലാവസ്ഥ വ്യതിയാനം വലിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം കാലാവസ്ഥ വ്യതിയാനം, ഈ മഴ കൂടുതലാണെങ്കിൽ, ഒരു റീസണബിൾ തലത്തിലുള്ള മഴ നമുക്ക് കുഴപ്പമില്ല. പലപ്പോഴും ഇത് ഈ ചെടിച്ചട്ടികൾ തന്നെ കാറ്റൊക്കെ അടിച്ച് മറിഞ്ഞു പോകുന്നൊരവസ്ഥ പോലും പലപ്പോഴും ഉണ്ടാകാം. 50ഓളം ഫലവർഗ്ഗങ്ങൾ നമ്മുടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ നാരകം. ഈ പറഞ്ഞ പോലെ വീട്ടിൽ ആരെങ്കിലും വരുന്നെങ്കിൽ, പെട്ടെന്ന് നാരങ്ങ ഇല്ലെങ്കിൽ നമുക്കിവിടെ വന്ന് നാരങ്ങ വെള്ളത്തിൽ ഇത് ഉപയോഗിക്കാം. സീഡ്ലെസ് നാരകമാണ്. അതായത് ഇതിൽ കുരുവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം പേര വളരെ സമൃദ്ധമായിട്ട് സമയാസമയങ്ങളിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഈ പേര എപ്പോഴും കായ്ക്കുന്നതാണ്. ഇത് മുട്ടിട്ട് വരികയാണ്. ഇതിൻ്റെ കാവലം ആയിക്കഴിഞ്ഞു. ഒരു വളരെ ചെടിച്ചട്ടിയിൽ തന്നെ നമുക്കിതൊക്കെ വളർത്തി നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ പ്രധാനപ്പെട്ടത് ഈ ബിയർ ആപ്പിൾ, ഇലന്തിപ്പഴം വളരെ സമൃദ്ധമായിട്ട് വളരുന്നതാണ്. അതോടൊപ്പം മാങ്ങയുടെ മാംഗോ, കാറ്റിമോൻ എന്ന് പറയുന്ന വർഗത്തിൽപ്പെടുന്ന ഒരു ഇനമാണ്. വളരെ ചെറു സൈസിൽ തന്നെ നമുക്കത്, ചെറിയ സൈസിൽ തന്നെ നമുക്കത് കാവലം കിട്ടുന്നതാണ്. അതുപോലെ മാംഗോ സ്റ്റീം ഇവിടെ നട്ടിട്ടുണ്ട്. മാംഗോ സ്റ്റീമിന് വലിയ വെയിൽ ആവശ്യമില്ല, അതുകൊണ്ടാണ് തണുത്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്തിയെടുക്കാൻ കഴിയും. കൂടാതെ വിവിധയിനം പേരകളുണ്ട്. ഇത് നാടൻ ടൈപ്പ് പേരയാണ്. അതിൻ്റെ കാവലം ചെറുതായിരിക്കും. കാവലം ഇപ്പം ഇടയ്ക്ക് കാച്ചിരുന്നു, ഇപ്പോൾ അത് പൂത്ത് വരുന്നുണ്ട്. പിന്നെ ഉള്ളത് നക്ഷത്രപ്രായം, സ്റ്റാർ ഫ്രൂട്ട് സമൃദ്ധമായിട്ട് പൂത്തിരിക്കുകയാണ്. മിൽക്ക് ഫ്രൂട്ടാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പം പരിചിതമായ ഒരു ഇനം ഫ്രൂട്ടാണത്. ഇത് മാൾട്ട എന്ന് പറഞ്ഞ വേറൊരു ഐറ്റമാണ്. സുറിനാം ചെറി എന്ന് പറയുന്ന ഇനമാണ്. ലവലോലിക്ക കാച്ചി കിടപ്പുണ്ട്. ലവലോലിക്ക, സപ്പോട്ട, 2 ഇനം സപ്പോട്ട ഉണ്ട്. ഇതൊക്കെയാണ്. ഈ മാതളവും നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്താൻ കഴിയും. മാതളം ഈ പറഞ്ഞ ചില സീസണിലൊക്കെ നല്ലവണ്ണം നമുക്ക് കാവലം കിട്ടുന്നതാണ്. ഈ സമയത്ത് അത് പൂത്ത് വരികയാണ്. കൊല്ലത്തെ മികച്ച പോഷകത്തോട്ടത്തിനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ച ശ്രീമാൻ ഹരികേശൻ നായർ ഞങ്ങളുടെ സ്ഥാപനവുമായി വർഷങ്ങളായി ബന്ധപ്പെടുന്ന ഒരു കർഷക സുഹൃത്താണ്. കഠിനാധ്വാനത്തിന് ഫലം കിട്ടും എന്നുള്ളതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന് ഈ വർഷം കിട്ടിയ അവാർഡ്. പരിമിതിയുള്ള ഏതൊരു കർഷകനും അനുവർത്തിക്കാവുന്ന ചില മാതൃകകളാണ് അദ്ദേഹം അവിടെ നടത്തി വരുന്നത്. അതിനുള്ള സാങ്കേതിക സഹായങ്ങൾ തേടാനായിട്ട് സ്ഥിരം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അദ്ദേഹം വരാറുണ്ട്. ഈ പർട്ടിക്കുലർ കൃഷി നടത്തുന്ന ശ്രീ ഹരികേശൻ നായർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ 2 പ്രാവശ്യം പ്രസിഡൻ്റായിരുന്നു. പക്ഷെ ബാങ്ക് ഉദ്യോഗസ്ഥൻ ഇരിക്കുമ്പം തന്നെ 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും
15 സെന്റ് സ്ഥലം, 10 സെന്റ് 12 സെന്റ് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്തിൽ 27 വർഷമായിട്ട് പുള്ളി ഈ മട്ടുപ്പാവ് കൃഷി തുടങ്ങി വിജയകരമായി ഈ കഴിഞ്ഞ 28 വർഷമായിട്ട് കൊണ്ടുപോകാൻ പറയുന്നത് ഒരു ഭയങ്കര ശ്രമമുള്ള ഒരു ജോലിയാണ്. ഔഷധ സസ്യങ്ങൾക്കായി പ്രത്യേക ഇടം തന്നെ ഹരികേശൻ നായർ തൻ്റെ മട്ടുപ്പാവിൽ ഒരുക്കിയിരിക്കുന്നു. ആധുനിക കൃഷിരീതികൾ അവലംബിക്കുന്നതിലൂടെ കൃഷിച്ചെലവ് കുറയുകയും കൂടുതൽ വിളവ് ലഭ്യമാകുകയും ചെയ്യുന്നു. വാസ്തവത്തിൽ ഞാൻ ഈ ഒരു നാട്ടിൻപുറത്തുകാരനാണ്. പാലോട് പോകുന്ന വഴിക്ക് ഇളവട്ടം ആലിൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ കുടുംബം. എൻ്റെ അച്ഛൻ നാഗപ്പൻ നായർ, അമ്മ സരോജിനി അമ്മ, ഇവരെല്ലാം കൃഷിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞവരാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കൃഷി നമ്മുടെ ഒരു ഉപജീവനമായി. അത്തരത്തിൽ നമ്മളെ രക്തത്തിൽ തന്നെ അത്തരം ഒരു പാഷൻ അലിഞ്ഞു ചേർന്നിരുന്നു. പിന്നെ പട്ടണത്തിലേക്ക് ജോലി കിട്ടി, പട്ടണത്തിലേക്ക് മാറിയപ്പോൾ അതെങ്ങനെ നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് എങ്ങനെ അത് കൃഷി ചെയ്യാം എന്നുള്ളൊരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ മട്ടുപ്പാവിലെ കൃഷി തുടങ്ങിയത്. സ്ഥലപരിമിതിയാണ് ഇന്ന് പൊതുവെ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അവിടെയാണ് നമുക്ക് ലംബ കൃഷിയും അതിനനുവർത്തിക്കാവുന്ന മാതൃകകളും ഏറെ പ്രയോജനപ്പെടുന്നത്. ഇപ്പോൾ ലംബ കൃഷി ആകുമ്പോൾ നമുക്കറിയാം, ഒരു ഘടനയിൽ തന്നെ ഏകദേശം 18 മുതൽ 25ഓളം ഗ്രോ ബാഗുകൾ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് നമുക്കതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അത് നമുക്ക് ഒരേ വിള വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ബഹുവിളകൾ തന്നെ ഒരേ സ്ട്രക്ചറിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അപ്പം നഗരപ്രദേശങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഇതാണ് മട്ടുപ്പാവിലെ കൃഷിയും അവിടെ അനുവർത്തിക്കാൻ പറ്റുന്ന പലവിധ ലംബഘടന മാതൃകകളും. ഇവിടെ ഈ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ വെർട്ടിക്കൽ സംവിധാനം ഫോളോ ചെയ്യുന്നു. അതായത് 5 ചെടിച്ചട്ടി വയ്ക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതിൽ 16 ചെടിച്ചട്ടി അറ്റ സ്ട്രെച്ചിൽ നമുക്ക് വയ്ക്കാനും കൃഷി ചെയ്യാനും കഴിയുന്നു. അതുപോലെ തന്നെ 6 സ്റ്റാൻഡ് നമുക്കുണ്ട്. അതിൽ മുകളിലുള്ളതിൽ ഈ അറ്റേ ടൈമിൽ ഒരു വെർട്ടിക്കലിൽ 25 എണ്ണം വയ്ക്കാൻ പറ്റും. അങ്ങനെ 2 വെർട്ടിക്കലുണ്ട്, അപ്പോൾ 50 എണ്ണം. ഇതുപോലെ തന്നെ ഇവിടെ 2 എണ്ണം 16 വീതം വയ്ക്കാൻ പറ്റുന്ന 32 എണ്ണം വയ്ക്കാൻ പറ്റും. ഈ മുകളിൽ കാണുന്നത് വാട്ടർ സ്റ്റോർ ചെയ്യുന്ന സംവിധാനമാണ്. അതിന് ഇവിടെ ഒരു കൺട്രോളിങ് വാൽവുണ്ട്. ആ വാൽവ് തുറന്നു കൊടുത്താൽ നമുക്ക് വെള്ളം ട്രിപ്പ് പോലെ തന്നെ ഇതിൽ വരും. അതോടൊപ്പം അല്ലാതെ തന്നെ ട്രിപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയും. 2 തരത്തിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഡ്രിപ്പ് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് വെള്ളം വേസ്റ്റ് ആവുന്നില്ല എന്നതിനപ്പുറം ഈ പറഞ്ഞ പോലെ യഥാസമയം വെള്ളം ചെടികൾക്ക് കിട്ടുന്നു എന്നുള്ളത്. ഇതിൽ ചീരവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാം. അതോടൊപ്പം ഇതിലിപ്പം വച്ചിരിക്കുന്നത് കോളിഫ്ലവർ ഉണ്ട്. കോളിഫ്ലവർ കൃഷി ചെയ്തിട്ടുണ്ട്. തക്കാളി ഉണ്ട്. എല്ലാം നമുക്ക് ഈ വെർട്ടിക്കൽ സംവിധാനം സാധാരണ കൃഷി ചെയ്യുന്ന പോലെ തന്നെ വെർട്ടിക്കൽ സംവിധാനത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അത് മാറുന്ന കാലത്തിനനുസരിച്ചുള്ള ടെക്നോളജികളും അവലംബിക്കാറുണ്ട്. അതിൽ തന്നെ കൃഷി എങ്ങനെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇപ്പോൾ മാറി വരുന്ന ഒരു ടെക്നോളജി പ്രകാരവും അദ്ദേഹം അത് ജൈവ ഇതിൽ കൂടി സ്വന്തമായി തന്നെ അദ്ദേഹം അത് ചെയ്ത് വിജയിപ്പിക്കാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ്. ഫ്ലാറ്റിൽ നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ പുതിയ സംവിധാനം ഉണ്ടല്ലോ, ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞ സംവിധാനമൊക്കെ ഫ്ലാറ്റിൽ ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലാറ്റിൽ കുറച്ച് സ്ഥലമുള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്തരം ടെക്നോളജി അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ഈ പറഞ്ഞ പോലെ AI സംവിധാനം കൃഷിയിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറഞ്ഞ സ്ഥലമാണ് പലർക്കും ഉള്ളത്. പട്ടണത്തിലൊക്കെ 5-10 സെന്റിൽ ആൾക്കാർ മടിക്കുന്നത് ഇത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട്, സ്ഥലം പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ എണ്ണം വളരെ മനസ്സുണ്ടായാൽ ഈ പറഞ്ഞാൽ ഏത് അവസരത്തിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. ഈ കൃഷി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കാർഷിക സംസ്കാരം, അഗ്രികൾച്ചർ എന്ന് പറയുന്നതിന് ഒരു കാർഷിക സംസ്കാരമാണ്. ആ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാൻ സ്വാഭാവികമായിട്ടും ഓരോരുത്തരും മനസ്സിരുത്തി ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ വേണ്ടിയാണ് നമ്മൾ കടന്നു പോകുന്നത്.
നഗരപ്രാന്തത്തിലെ ഒരു കൃഷി നല്ല രീതിയിൽ മികച്ച രീതിയിൽ ഒരു പോഷക സമൃദ്ധമായ ഒരു രീതി കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ കൃഷി നമുക്ക് ശരിക്കും അനുവർത്തിക്കാവുന്നതാണ്. നമുക്ക് വളരെയധികം ഫലവും കിട്ടുന്നതാണ് അതിൽ നിന്ന്. ഇത് ഈ ആനക്കൊമ്പൻ വെണ്ടയാണ് ഈ ചട്ടികളിൽ വെച്ചിരിക്കുന്നത്. അതിൽ വളരെ നീളത്തിലും വലിപ്പത്തിലുമുള്ള വെണ്ടകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്, വളരെ ഹൈബ്രിഡ് ആയിട്ടുള്ള രീതിയിൽ. കാരണം ഓരോ സമയത്തും നമ്മൾ വിത്തിനെ പരിഷ്കരിച്ച് കൂടുതൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉണ്ടാക്കിക്കൊണ്ട് നല്ല രീതിയിൽ വളരെ വലിപ്പത്തിലുള്ള വെണ്ടകൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഈ വെണ്ടയുടെ നീളമൊക്കെ വളരെ 18.5 ഇഞ്ചോളം നീളം വരുന്ന വെണ്ടകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു വെണ്ട തന്നെ നമുക്ക് വാസ്തവത്തിൽ ഒരു സാമ്പാർ വയ്ക്കാനോ അതുപോലുള്ള കൃഷിക്കോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളൊരു വസ്തുത. പ്രത്യേകിച്ച് ഈ വെണ്ടയുടെ വിത്തുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പലർക്കും കൊടുക്കാറുണ്ട്. നമ്മളിവിടെ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അതുപോലെ പലതിൻ്റെയും മുളകിൻ്റെയും അതുപോലെ കത്തിരി അതുപോലുള്ള മറ്റു പല പച്ചക്കറികളുടെയും വിത്തുകൾ നമ്മൾ വിത്തുകളാക്കി ഓരോ ഭാഗവും ഓരോ സമയത്തും അത് കൂടുതൽ വലിപ്പത്തിലുള്ള കൂടുതൽ വിളവ് കിട്ടുന്ന രീതിയിലുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. ഇതിൽ മറ്റൊരു ഇനം ചീരയാണ്, പ്രഷർ ചീര എന്ന് പറയും. അത് ഈ പ്രഷറിനൊക്കെ നല്ലതെന്നാണ് പറയപ്പെടുന്നത്. അത് കട്ട് ചെയ്തിപ്പം ഇട്ടിരിക്കുകയാണ്. ഈ കാണുന്നത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഒരു കമ്പി വലയത്തിലാണിത് പടർത്തി വിട്ടിരിക്കുന്നത്. ചില സീസണിൽ നല്ലവണ്ണം അത് കായ്ക്കുന്നതാണ്. വിവിധ ഇനം കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഇവിടെ നമ്മൾ കൃഷി ചെയ്ത് വരും. മുകളിൽ മുന്തിരിയാണ്. മുന്തിരി അതിൻ്റെ സീസണായി വരുന്നതേ ഉള്ളൂ. അത് വീണ്ടും പ്രൂൺ ചെയ്ത് വിടേണ്ട സമയമായിരിക്കുന്നു. വളരെ പച്ച നിറത്തിലുള്ള മുന്തിരിയാണ്. അത് നല്ല രീതിയിൽ നമുക്ക് കാവലം ലഭിക്കുന്നതാണ്. പച്ചക്കറി കൃഷിയോടൊപ്പം തന്നെ പുഷ്പങ്ങളും കൃഷി ചെയ്യുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് വാടാമുല്ല, ബന്ദി, അതോടൊപ്പം മറ്റു ചില പുഷ്പങ്ങളും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ആ കൃഷി ചെയ്യുന്നതിനുള്ള ഉദ്ദേശം ഒരു അലങ്കാരം എന്നതിനപ്പുറം ഇത് കീടങ്ങളെ അട്രാക്ട് ചെയ്യാൻ ഈ വാടാമുല്ലയ്ക്കൊക്കെ കഴിയുന്നുണ്ട്. അത് കാരണം കീടശല്യം നമുക്ക് പച്ചക്കറിയുടെ ഭാഗത്തേക്ക് കുറയ്ക്കാൻ കഴിയും. മറ്റ് ട്രാപ്പ് ഉപയോഗിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ കൂടി, നമ്മുടെ പച്ചക്കറി തോട്ടത്തിന് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇവിടെ മൊത്തത്തിൽ ഔഷധ സസ്യങ്ങളാണ്. അതിൽ തിപ്പലിയുണ്ട്, കറ്റാർവാഴയുണ്ട്, കീടാർ നെല്ലിയുണ്ട്, പനിക്കൂർക്കയുണ്ട്, രാമച്ചമുണ്ട്, ഉള്ളത് വിവിധ ഇനം മഞ്ഞളുണ്ട്. കസ്തൂരി മഞ്ഞളുണ്ട്, സാദാ മഞ്ഞളുണ്ട്, നീലാമരിയുണ്ട്, ആടലോടമുണ്ട്, പൂച്ചമീശയുണ്ട്, ദന്തപാലയുണ്ട്, അതുപോലെ തച്ചോലം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഇനം ഔഷധ സസ്യങ്ങളും നമ്മളിവിടെ സമൃദ്ധമായിട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട്. അതോടൊപ്പം വെറ്റില, കൃഷ്ണ തുളസി വെറ്റില, ചെറിയ അസുഖത്തിനൊക്കെ പലരും ഇവിടെ വന്ന് ഇതൊക്കെ എടുത്ത് പോകാറുണ്ട്. എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. വാഴ, തെങ്ങ്, എല്ലാം ഈ പറഞ്ഞ പോലെ ഈ ഗ്രോ ബാഗിലും അല്ലെങ്കിൽ ചെടിച്ചട്ടിയിലും വെറും ജൈവ വളം അദ്ദേഹം തന്നെ അത് പ്രിപ്പയർ ചെയ്യുന്നത്. നെല്ലും വാഴയുമൊക്കെ വിളയുന്ന ഹരികേശൻ നായരുടെ മട്ടുപ്പാവ് യുവതലമുറയ്ക്ക് ഉത്തമ മാതൃക തന്നെ. സംസ്ഥാന സർക്കാർ സമ്മാനിച്ച കാർഷിക പുരസ്കാരവും ഈ കർഷകന് പ്രചോദനമാകുന്നു. അത് 22 വർഷത്തോളമായി. തുടക്കത്തിൽ ഈ പറഞ്ഞ 50 ഗ്രോ ബാഗിലും തുടങ്ങിയതാണ്. ഇന്ന് 2500ഓളം ഗ്രോ ബാഗും ചെടിച്ചട്ടികളുമായി കൃഷി ചെയ്യുന്നു. അതോടൊപ്പം ഇത്തവണ നമുക്ക് സംസ്ഥാന അവാർഡ് കൂടി നമ്മളെ തേടി വന്നു. അതിലും വലിയ സന്തോഷമുണ്ട്. അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ ചില സന്തോഷ നിമിഷങ്ങൾ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു. മികച്ച പോഷകത്തോട്ടം, അതായത് കേരളത്തിൽ സംസ്ഥാന തലത്തിൽ നമുക്ക് ലഭിച്ചൊരു അംഗീകാരമാണ്. അത് എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാരെ സെലക്ട് ചെയ്യും. അതിൽ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് ഒരാളെ ഈ വിഭാഗത്തിലേക്ക് സെലക്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ അവാർഡ് എനിക്ക് ഇത്തവണ ലഭിക്കുകയാണ്. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല ഔഷധ ഗുണമുള്ളതാണ്. കണ്ണിന് കാഴ്ച ശക്തി കൂട്ടാൻ ഉപയോഗിക്കുന്ന
പിന്നെ ഒരിനം കീരവർഗ്ഗമാണ്. വളരെ സമൃദ്ധമായിട്ട് വളരുന്നതാണ് ഇത്. പിന്നെ എല്ലാ വീടുകളിലും കൃഷി ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. സൗരോർജ പാനലിന് താഴെയുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഈ സോളാർ പില്ലറിന് ചേർത്ത് നമ്മൾ ഒരു വെർട്ടിക്കൽ സംവിധാനം കൊണ്ടുവരികയും ആ വെർട്ടിക്കൽ സംവിധാനം 50ഓളം ചെടിച്ചട്ടികൾ നമുക്ക് ഇവിടെ വയ്ക്കാൻ കഴിയും. അപ്പോൾ ആ സ്ഥലം കൂടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും കൂർക്ക ഉപയോഗിച്ചിട്ടുണ്ട്, കൂർക്ക നട്ടിട്ടുണ്ട്, പിന്നെ നിലക്കടലയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, സെലറി ഉണ്ട്, അതുപോലെ മുളകുണ്ട്. ഇതെല്ലാം ഈ ഭാഗത്ത് നമുക്ക് കൃഷി ചെയ്യാം. അതിൻ്റെ അടിവശവും അതുപോലെ അതിൻ്റെ അടിവശവും കുറച്ച് തണലുള്ളത് കൊണ്ട് തൈകൾ വളർത്തിയെടുക്കാൻ ആ സ്ഥലവും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഒരു ഇഞ്ച് ഭൂമി പോലും നമുക്ക് പാഴാക്കാത്ത രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ കഴിയും. പച്ചക്കറി കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ചട്ടികളാണ്. ഒന്ന്, പ്ലാസ്റ്റിക് ചട്ടികൾക്ക് വില കുറവാണ്, 2 വെയിറ്റും കുറവാണ്. അപ്പോൾ അത് ഈ സാധാരണ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന രീതിയാണ്. ഈ തൈകൾ നടുന്നതിന് മുമ്പ് നമ്മൾ പോട്ടിംഗ് മിശ്രിതം കൃത്യമായിട്ട് തയ്യാറാക്കിയിരിക്കണം. അതിൽ അനുപാതം വളരെ കൃത്യമായിരിക്കണം. ഒന്ന്, ചാണകപ്പൊടി ഉണ്ടാവണം, പിന്നെ ചകിരിച്ചോറ്, ഈ മണ്ണ് തുല്യ അനുപാതത്തിൽ ഈ 3 ഉണ്ടാവണം. അതോടൊപ്പം ഡോളോമാറ്റിട്ട് അത് മിക്സ് ചെയ്യണം. പിന്നെ ഉള്ളത് വേപ്പിൻ്റെ പൊടിയും അതുപോലെ എള്ളുപൊടിയും ചേർത്തുകൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് തയ്യാറാക്കുകയാണ് പിന്നെ ഈ പോട്ടിംഗ് മിശ്രിതം. സാധാരണ ഞാൻ ചെയ്യുന്നത് ഈ ചെടിച്ചട്ടിയുടെ അടിവശത്ത് കുറച്ച് കരിയില ഇടും. അത് കഴിഞ്ഞിട്ടാണ് പോട്ടിംഗ് മിശ്രിതം ഇടുന്നത്. അത് ഉദ്ദേശിക്കുന്നത് ഒന്ന്, ചെടിച്ചട്ടിയുടെ വെയിറ്റ് കുറയ്ക്കാൻ കഴിയും. അതുപോലെ കരിയില നല്ലൊരു വളം കൂടിയാണ്, അടിവളമായിട്ട് ഉപയോഗിക്കാവുന്ന നല്ല വളമാണ് കരിയില. അപ്പോൾ ഇത്തരത്തിൽ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കിയിട്ട് വേണം ഈ പച്ചക്കറി തൈകൾ ഈ പോട്ടിംഗ് മിശ്രിതം തടയാൻ. എങ്ങനെയെങ്കിലും മണ്ണ് വെച്ച് നട്ടുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രയോജനം ഉണ്ടാകും. ഇളക്കി നടുന്നത് നമ്മുടെ വിത്ത് പാകി അതൊരു 3-4 ഇല വരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇളക്കി നടാൻ കഴിയൂ. അപ്പോൾ അതുവരെ നമ്മൾ പിന്നെ ട്രെയിൽ തന്നെ പരിപാലിക്കണം. അത് കഴിഞ്ഞിട്ട് ചെടിച്ചട്ടിയിൽ നമുക്ക് നടാൻ കഴിയും. പോട്ടിംഗ് മിശ്രിതം ചെയ്ത് വച്ചിരിക്കുന്നത് അത് നടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ ഈ ഡോളോമാറ്റ് കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും നമ്മൾ വച്ചിരുന്നാൽ പിന്നെ ഡോളോമാറ്റിൻ്റെ ഇഫക്റ്റ് കുറച്ച് കുറയുകയും ചെടികൾ വാടിപ്പോകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ചെടികൾ നടുന്ന സമയത്ത് തണലത്ത് നട്ട് ഒരു ഒരാഴ്ചയെങ്കിലും തണലത്ത് വെച്ചിട്ട് വേണം വെയിലത്തേക്ക് മാറ്റാൻ. അപ്പോൾ അതുകൊണ്ടാണ് തണലുള്ള സ്ഥലത്ത് ഈ ചെടിച്ചട്ടികൾ നമ്മൾ പിന്നെ സൂക്ഷിച്ചു വെച്ച് അതിൽ ചെടികൾ നടുന്നത്. ഓരോ തവണയും മണ്ണ് മാറ്റേണ്ടി വരും. കാരണം ഒരിക്കൽ നട്ടത് വീണ്ടും ആ മണ്ണ് തന്നെ ഉപയോഗിക്കാം, പക്ഷേ അതിനെ റീസൈക്കിൾ ചെയ്യണം. ഈ പറഞ്ഞ പോലെ വളമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് വേണം പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കിയിട്ട് വീണ്ടും അതിനെ റീഫിൽ ചെയ്യാൻ. ഇത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ബയോഗ്യാസാണ്. ബയോഗ്യാസ് മാലിന്യങ്ങൾ നമ്മൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിന് ബയോഗ്യാസ് വളരെ സഹായിക്കുന്നു. അതോടൊപ്പം ഞാനിവിടെ പൈപ്പ് കമ്പോസ്റ്റ്, ഒരു 10ഓളം പൈപ്പ് കമ്പോസ്റ്റ് ഇതിൻ്റെ പുറകിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതും മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സഹായിക്കുന്നു. ഇതുകൊണ്ട് പല ഉപയോഗമാണ്, ബയോഗ്യാസ് കൊണ്ട് പല ഉപയോഗമാണ്. ഒന്ന്, നമ്മളെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്നു. 2, അതിൽ നിന്ന് വളം കിട്ടുന്നു. വളം ബയോസ്ലറി എന്ന് പറയുന്നത് വളവും ഇൻസെക്ടിസൈഡുമായിട്ട് ഉപയോഗിക്കുന്നു. അതിനപ്പുറം നമുക്ക് ഇത് 2 മണിക്കൂറുള്ള ഗ്യാസ് ഈ നമ്മളെ മാലിന്യത്തിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പം അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള പ്രയോജനം ബയോഗ്യാസ് ഉണ്ട്. അപ്പം കൃഷി ചെയ്യുന്നവർ, കൃഷിയിൽ താല്പര്യമുള്ളവർ ഇത്തരത്തിലുള്ള ഒരു ബയോഗ്യാസ് കൂടി വീട്ടിൽ പിന്നെ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയം. സോളാർ എനർജിയുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ കൃഷി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ ഈ വെള്ളത്തിന് വേണ്ടി നമ്മുടെ സോളാർ പാനലുകൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലെ ചൂടുവെള്ള ഉപയോഗത്തിനായിട്ട് നമ്മുടെ വേറൊരു പാനൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പിന്നെ സൗരോർജ്ജം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ആലോചനയുടെ ഭാഗമായിട്ട് അത്തരത്തിലും പിന്നെ പ്രക്രിയകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ടെറസിൽ മാത്രമല്ല, നമ്മുടെ താഴെ അവൈലബിൾ ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്ഥലം, 1 ഇഞ്ച് ഭൂമി പോലും പാഴാക്കാതെ എല്ലായിടത്തും കൃഷി ചെയ്ത് വരുന്നുണ്ട്. പച്ചക്കറി കൂടാതെ എല്ലാത്തരം കിഴങ്ങ് വർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ ചേമ്പ്, ചേന, അതോടൊപ്പം ഈ ചെറുകിഴങ്ങ്, പിന്നെ കാച്ചിൽ, കൂടാതെ ഈ പറഞ്ഞ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഈ ചുരുങ്ങിയ സ്ഥലത്ത് 25ഓളം വാഴകൾ നമ്മൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ പരിമിതമായ സ്ഥലം എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം കൃഷി നമ്മൾ പിന്തുടർന്ന് വരുന്നത്. ബാങ്കിലായിരുന്നു ഹസ്ബൻഡ്. ബാങ്കിലായിരുന്നപ്പോൾ ജോലി കഴിഞ്ഞിട്ടുള്ള സമയം അതിരാവിലെ ഇറങ്ങും,
പിന്നെ ബാങ്കിൽ പോയിട്ട് വൈകുന്നേരം വന്ന് കൃഷിയിടത്തിൽ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പം കൂടുതൽ സമയം കിട്ടാറുണ്ട്. മറ്റേത് ഇത്രത്തോളം ഇല്ലായിരുന്നു. 800 ചട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. റിട്ടയർ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഉള്ള സ്ഥലത്ത് മാക്സിമം നമുക്ക് വേണ്ട പച്ചക്കറികളും നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും. മെനക്കെടണമെന്നേ ഉള്ളൂ, മനസ്സ് വേണം. ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ലാഭേച്ഛയില്ലാതെ ഇങ്ങനെ ഒരു മട്ടുപാവ് കൃഷി നടത്തി ജൈവ വസ്തുക്കൾ നമ്മുടെ കോളനിയിലുള്ളവർക്കും അദ്ദേഹത്തിൻ്റെ വേറെ സുഹൃത്തുക്കൾക്കും എല്ലാം അങ്ങോട്ടും കൊണ്ടു കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഒരുപക്ഷെ കേരളത്തിൽ ഒരു മനുഷ്യൻ ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇതൊരു മാതൃകയാക്കേണ്ട കാര്യമാണ്. പത്ത് സെൻറ്റിലാണ് ഞാൻ ഈ കൃഷി ചെയ്തു വരുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എല്ലാത്തരം പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും ഫലവർഗ്ഗങ്ങളും അതുപോലെ ഔഷധ സസ്യങ്ങളും പൂക്കളും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ഇതിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് മനസ്സാണ്. മണ്ണില്ലെങ്കിൽ പോലും മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാം. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. കാരണം വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പിന്നെ സമൂഹത്തിലാകെ ആൾക്കാരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം പരിപാടികളും അതിന് സഹായകരമാണ്. നാട്ടുവരമ്പ് എന്ന് പറയുന്ന ഈ പരിപാടി വാസ്തവത്തിൽ അത്തരത്തിലൊരു വലിയ മെസ്സേജാണ് സമൂഹത്തിന് നൽകുന്നത്. നിലത്തായാലും മട്ടുപ്പാവിലായാലും മനസ്സുണ്ടെങ്കിൽ ആർക്കും പരിമിതമായ ഇടങ്ങളിൽ കാർഷിക വിപ്ലവം സൃഷ്ടിക്കാമെന്ന് ഈ ദമ്പതികൾ തെളിയിക്കുന്നു. നാട്ടുവരമ്പിൻ്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.